എടാ ദിസ് ഇസ് ഇതിൻ. എടാ ഞാൻ ലോകേഷ് കനകരാജനെ നായകനാക്കിയിട്ടുള്ള DC എന്ന് പറഞ്ഞ പടം കണ്ട് ഒരു പ്രതീക്ഷയില്ലാതാണ് പോയത്. പാട്ടുകൾ എല്ലാം കിടിലമാണ്, വിഷയമാണെന്നുള്ള രീതിയിൽ നിന്നാലും എന്താവുമോ എന്നുള്ള രീതിയിൽ ഒരു 50-50 ചാൻസിലാണ് പോയത്. പക്ഷെ കിടിലം പടം, കിടുക്കാച്ചി സാധനം എന്ന് പറഞ്ഞാൽ ഈ പടം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇതിൻ്റെ ഡയറക്ടർ അരുൺ മാധേശ്വരൻ പുള്ളിക്കാരൻ്റെ ഒരു ഫിലിം മേക്കിംഗ് ഒരു സ്റ്റൈലുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം കിടിലായിട്ട് വർക്കാവും, അല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു ആവറേജ് ചിലപ്പോൾ ഒരു ഓക്കെ അങ്ങനത്തെ രീതിയിൽ. എനിക്കിത് കിടിലായിട്ട് വർക്കായി. വിഷയം സാധനം. അതിപ്പോൾ പെർഫോമൻസ് ആയാലും സ്റ്റോറി പോണതായാലും, സ്റ്റോറിയൊന്നും അങ്ങനെ വരെ ഭയങ്കര ഇന്നവരെ കാട്ടിച്ചില്ലാത്ത സാധനമൊന്നുമല്ല, പക്ഷെ അത് പോണ രീതിയൊക്കെ കിടിലം. പ്രധാനമായിട്ട് അതിന് കയ്യടി കൊടുക്കാനുള്ള അനിരുദ്ധിൻ്റെ മ്യൂസിക് തന്നെ. വിഷയം, പ്ലേസ്മെന്റ് എല്ലാം കിടിലം. ഇപ്പോൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റോറി ആ ഒരു ലൈന് പിടിച്ച് അങ്ങനെ എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് എന്താ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്, ആ ഇൻസിഡൻറ്റ് ഓരോരോ ആൾക്കാരിലോട്ട് കണക്റ്റായി ഓരോ സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ള പ്രധാനമായിട്ടൊരു ഗ്യാങ്സ്റ്റർ പോലീസ് ആ ഒരു എന്തുവാ ആ ഒരു പരിപാടിയാണ്. പക്ഷേ പടച്ചു വെച്ചേക്കണത് കിടിലം സാധനം. അനിരുദ്ധിൻ്റെ മ്യൂസിക് എൻ്റെ പൊന്നോ എന്തിരുടെ പടച്ചു വെച്ചേക്കണം എന്ന് പറഞ്ഞാൽ സീൻസ് എലവേറ്റ് ചെയ്യുന്നത് തന്നെ അത് തന്നെയാണ്, അതാണ് റീസൺ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പം ആ ഒരു രാഘവ ഫ്രിവഞ്ച് മറ്റേ ഫസ്റ്റ് ആ ട്രെയിലറിൽ വന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ ഒരു ബാൻഡ് മേളം പോലത്തെ ഒരു പരിപാടിയിൽ ഒരു സാധനം പടച്ചു വിട്ടിട്ടുണ്ട്. അത് ഇൻ്റർവെല്ലൊക്കെ തീ സാധനം. പിന്നെ എനിക്ക് ആകെപ്പാടെ ഒരു ഇത് തോന്നിയെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു ഫുൾഫിൽഡ് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരിക്കേണ്ടതായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വൈബ് ഉണ്ടായിരുന്നു. ഒരു നിറഞ്ഞിരിക്കുന്ന ഒരു ഓഡിയൻസിൻ്റെ ഇടയിലായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഒരു കിട്ടില്ല, എനിക്ക് ഒരു വൈബ് എനിക്ക് കിട്ടില്ല. ഈവൻ പെർഫോമൻസ് വൈസ് ആയാലും ലൈക്ക് ലോകേഷ് കനകരാജ് കൊള്ളായിരുന്നു. ഞാൻ അങ്ങനെ ആക്ടിങ്ങിൽ എങ്ങനെ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വർക്കായി. ഈവൻ മാമിക ഗബി എല്ലാവരും അവരവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ LCU ഒക്കെ അവിടെ കിടപ്പുണ്ട്, അതൊന്ന് തിരിച്ചൊന്ന് ചെയ്തിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ കമ്മിങ് ടു ഇതിലോട്ട് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ പറയാനുള്ള ഒരു കേസെന്ന് വെച്ചാൽ റേറ്റഡ് പടം കാണിച്ചാൽ അത് മര്യാദയ്ക്ക് അത് കാണിക്കണം. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ചീത്ത വിളിക്കുന്നു വെച്ച് അതേ ഡയലോഗിൽ തന്നെ തുടക്കം കാണും ഒടുക്കം കാണില്ല എന്ന് പറഞ്ഞ് മ്യൂട്ട് ചെയ്ത് വിടും. ഇപ്പം ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഷെഡ് സീൻസ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ട്, ആവശ്യത്തിലധികം ഉണ്ട്, എന്നാൽ ചിലതൊന്നും കാണിക്കില്ല. ഈ ദുരന്തറിലൊക്കെ വേറൊരു ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതുപോലെ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഒരു റേറ്റഡ് പടം വച്ചാൽ അത് മര്യാദയ്ക്ക് അതിൻ്റെ രീതിയിൽ കാണിക്കണം. ബ്ലഡ് ഷെഡ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ചോരക്കളി രണ്ടൊന്നല്ലേ അത്, അല്ലെങ്കിൽ ചീത്തവിളി എന്ന് പറഞ്ഞാൽ അത് കാണിക്കുക, റോ ആയിട്ട് അത് കാണിക്കുക. അതുകൊണ്ടാണ് അത് റേറ്റഡ്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്താണെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ട് പിള്ളേരെ കയറ്റത്തില്ല എന്ന് പറഞ്ഞ് 18 വയസ്സിന് താഴെ ഇല്ല എന്നെങ്കിൽ അതിനനുസരിച്ച് കാണിച്ചു. പിന്നെ എന്തിനാണ് അതിൻ്റെ മേലിൽ ഈ പറഞ്ഞ പോലെ ചീത്തവിളി മ്യൂട്ട്, പറയണത് മ്യൂട്ട്, എന്തൊക്കെ ഡയലോഗ്സ് മ്യൂട്ട്, ആകെ പടം ഈ ചോര തെറിക്കുമ്പോൾ മറ്റേ ബ്ലർ കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ യൂബാറെ കൊടുക്കേണ്ട പടങ്ങൾക്ക് റേറ്റഡ് കൊടുക്കുന്ന പടങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നം. കഷ്ടം തന്നെ. വെള്ളിയാഴ്ച ഇല്ലാത്തതിനൊക്കെ പിടിച്ച് ഇരുത്തിക്കോളൂ. പക്ഷേ ഇതൊന്നും എൻ്റെ ആസ്വാദനത്തിനെ ബാധിച്ചില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇത് മാത്രമാണ് എനിക്കൊരു നെഗായിട്ട് എനിക്ക് തോന്നിയ കാര്യം. പക്ഷേ അല്ലാത്ത പക്ഷം പടം കിടിലോടെ എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതെല്ലാം പ്ലേസ് ചെയ്തതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ എനിക്ക് തോന്നിയില്ല. പിന്നെ എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല ബാക്കിയുള്ളവർക്ക്. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഫിലിം മേക്കിംഗ് സ്റ്റൈലുണ്ട്, അത് ഇഷ്ടപ്പെടാത്തവർക്ക് ചിലപ്പോൾ ഇത് വർക്കായെന്ന് വരില്ല. അല്ലെങ്കിൽ തന്നെ ഈ പടത്തിന് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഒപ്പീനിയൻസ് ഒക്കെ വരുമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ 50-50 പ്രതീക്ഷയിലാണ് പോയത്. പക്ഷേ എന്നിട്ട് പോലും എനിക്ക് പടം കിടിലായിട്ട് വർക്കാണ്, കിടിയ സാധനം ഇത്. സോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻ പറയുക. അപ്പം ഞാൻ പറയില്ല, ഒപ്പീനിയൻസ് ഒക്കെ ഡിഫർ വരും. അപ്പോൾ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് DC.